എവിടെ പോയാലും ദുഃഖം പിന്നാലെ വരികയാണ്. ഉറങ്ങാൻ കിടന്നാല്, ഉണ്ണാനിരുന്നാല്, യാത്ര പോയാല്, കട തുറന്നാല്, ഭാര്യയുടെ മുഖത്ത് നോക്കിയാല്, മക്കളുടെ മുമ്പിൽ ഇരുന്നാല് ദുഃഖം പിന്നാലെ വരിക. ഇനി അതൊക്കെ സന്തോഷമായിട്ടിരുന്നാൽ ടെസ്റ്റ് നടത്തി നോക്കുമ്പോൾ ഡോക്ടർ പറയാണ് ഒന്ന് പരിശോധിക്കാനുണ്ട്, ഒരു ചെറിയ സംശയമുണ്ട്, ദുഃഖം പിന്നാലെ വരിക. അങ്ങനെ 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 തലവേദന, വയറുവേദന, കാലുവേദന, ആകെ ദുഃഖമാണ്, മൊത്തം ദുഃഖമാണ്. അങ്ങനെ ദുഃഖം വന്നാൽ എന്താ ചെയ്യുക? അതാണ് ഇന്നത്തെ വിഷയം. അള്ളാഹു അതൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീക്ക് തരട്ടെ. അതിന് ഏറ്റവും വലിയ മരുന്നായ ഒരു 4 കാര്യം പ്രസംഗത്തിന്റെ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു പോകും. 4 മരുന്ന്, കൊട്ടൻ ചൂക്കാലി പോലൊന്നും അല്ല, നല്ല ശക്തമായ മരുന്നാണ്. അതുണ്ടാക്കുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നാണ്. ഏറ്റവും വലിയ ദുഃഖങ്ങൾ നേരിട്ടവർ ലോകത്തിന് സമ്മാനിച്ച മരുന്നാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താം. ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവും, ഒരുപാട് സമാധാനം ഉണ്ടാവും. ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കൂല, ഞരമ്പറത്തു മുറിക്കൂല, കിണറ്റിലേക്ക് ചാടൂല, അപകടങ്ങളിലേക്കൊന്നും കാലെടുത്ത് വെക്കൂല. എല്ലാ ദുഃഖങ്ങളെയും ഒതുക്കി നിർത്തിയിട്ട് മുഅ്മിനായി നിങ്ങൾ ജീവിക്കും. ആ 4 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് ഒരിക്കൽ പറയുകയാണ്, സ്വർഗത്തിൽ പോകുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഉമ്മു ഐമൻ എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചു കൊള്ളട്ടെ. ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു സ്ത്രീയെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉമ്മു ഐമൻ എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചു കൊള്ളട്ടെ. എത്ര അർത്ഥവത്തായ ചടുലമായ വാക്കുകളാണ്. എന്തുകൊണ്ടാണ് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മു ഐമനെ പറഞ്ഞത്? നമുക്കറിയാം, മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ അവിടുന്ന് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കച്ചവടത്തിന് പോകുമ്പോൾ അവിടെ മരണപ്പെട്ടു. പിന്നെ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആമിന ബീവി പ്രസവിക്കുമ്പോൾ കൈനീട്ടി വാങ്ങാൻ അബ്ദുള്ള എന്ന ഉപ്പ ഉണ്ടായില്ല. അപ്പൊ ഉപ്പയില്ലാത്ത വേദനയും വിഷമവും ജനിക്കുമ്പോൾ ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്നു. ഇല്ലാന്ന് പറയാൻ കഴിയൂല. ഏതൊക്കെ രീതിയിൽ ആരൊക്കെ സമാധാനിപ്പിച്ചാലും ആരൊക്കെ ആശ്വസിപ്പിച്ചാലും വാപ്പയില്ല എന്നത്, ഉപ്പയില്ല എന്നത് അതൊരു തീരാ സങ്കടം തന്നെയാണ്. അതുകൊണ്ടാണ് അനവകാഫിൽ യതീമി ഹഖദാ ഫിൽ ജന്ന, ഞാനും അനാഥ മക്കളെ സംരക്ഷിക്കുന്നവരും ഇതുപോലെ സ്വർഗത്തിലാണെന്ന് 2 വിരൽ ചേർത്ത് വെച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പ ലോകത്തുനിന്ന് ഇവിടെ പറഞ്ഞു പോയ സങ്കടം ആർക്കും തീർക്കാൻ പറ്റുന്നതല്ല. ഉപ്പാടെ സ്ഥാനത്ത് എളാപ്പായി മൂത്താപ്പ എന്നും വന്നിട്ട് കാര്യമില്ല, ഉപ്പ തന്നെ വേണം. മക്കളെ സംസാരിക്കല്ലേ? അങ്ങനെ സങ്കടത്തോടെ വളരുന്നു. എല്ലാ ആഹ്ലാദവും ആനന്ദവും അല്ലാഹു കൊടുക്കുന്നുണ്ട്. ആമിന ബീവി റളിയല്ലാഹു അൻഹ എല്ലാറ്റിനും പോന്ന പോലെ സ്നേഹം കൊടുക്കുന്നുണ്ട്, പരിചരിക്കുന്നുണ്ട്, പരിലാളനം കൊടുക്കുന്നുണ്ട്, ഹലീമ ബീവി മുലയിട്ടുന്നുണ്ട്, ഒക്കെ നടക്കുന്നു. ആമിന ബീവി റളിയല്ലാഹു അൻഹ ഇടയ്ക്ക് മോനെയും കൊണ്ട് പിന്നെ അബ്ദുള്ള എന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ മുത്തുനബിയുടെ അല്ലമീന്റെ ഉപ്പയെ അടക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് പോകലുണ്ട്. മക്ക മദീനയുടെ ഇടയിൽ വെച്ചൊരു ദിവസം ആമിന ബീവി റളിയല്ലാഹു അൻഹ വഫാത്താവുകയാണ് അബവാ എന്ന സ്ഥലത്ത് വെച്ച്. ഞാൻ പറയുന്നത് തുടക്കം മുതലുള്ള അവസാനം വരെയുള്ള പ്രവാചക ചരിത്രമൊന്നുമല്ല, നിങ്ങൾ കേട്ടോ. അബവാ എന്ന സ്ഥലത്ത് വെച്ച് ആമിന ബീവി റളിയല്ലാഹു തആല അൻഹയും ലോകത്ത് നിന്ന് വിട പറയുകയാണ്. തീരാ സങ്കടം. ചെറിയ പ്രായമാണ്, 6 വയസ്സെന്ന് പറയുമ്പോൾ ഉമ്മയുപ്പയില്ലാത്ത ഒരു 6 വയസ്സിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? ഞാനൊക്കെ ഇന്നും പ്രസംഗം കഴിഞ്ഞു പോയാൽ ഒരു ദിവസമേ ലീവുള്ളെങ്കിൽ ആ ഒരു ദിവസം ഉമ്മയെ കാണാൻ പറ്റാത്ത തിരക്കുകൾ കൂടിയാൽ പിന്നീട് വരുന്ന അടുത്ത ഒരാഴ്ചയിലെ പ്രഭാഷണത്തിൽ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം ചെറുതല്ല. ഇത്രയും വലുതായിട്ട് പോലും ഒരു ചെറിയ കുഞ്ഞിന് തന്റെ ഉമ്മയുടെ തണൽ, തലോടൽ, സാന്ത്വനം, ആശ്വാസം ചെറുതല്ല. പ്രത്യേകിച്ച് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തീരെ ചെറുതായിരുന്നില്ല. അതുകൊണ്ട് ആ ദുഃഖം മനസ്സിന്റെ അകത്ത് വല്ലാതെ തളം കെട്ടി നിന്നു. അബവാ എന്ന സ്ഥലത്തിരുന്ന് ഉമ്മു ഐമനാണ് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് മക്കത്തേക്ക് വരുന്നത്. ആ ചുവട്ടടികളെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. ഉമ്മാക്കു പകരം അവരെ പലപ്പോഴും ഉമ്മ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഉമ്മു ഐമൻ എന്ന സ്ത്രീയെ. ഉമ്മ മരണപ്പെട്ടു പോയ 6 വയസ്സുകാരനായ അല്ലമീനിനെ ചേർത്തു വെച്ചുകൊണ്ട് ഉമ്മു ഐമൻ എന്ന് പറയുന്ന മഹദിയായ സ്ത്രീ
അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിരൽ തുമ്പ് പിടിച്ച് മക്കത്തേക്ക് കൊണ്ടുവരുമ്പോ ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, ചില സമയത്ത് വിതുമ്പുന്ന തളരുന്ന അല്ലമീനെ ഉമ്മു ഐമൻ വാരിയെടുത്തു എന്നാണ്. ഉമ്മ എന്ന് പലപ്പോഴും അല്ലമീന ഉമ്മു ഐമനെ നോക്കി വിളിച്ചിട്ടുണ്ട് എന്നാണ്. എല്ലാ പ്രതാപവും, എല്ലാ സന്തോഷവും, എല്ലാ ആനന്ദവും അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കടന്നു വന്നപ്പോ സഹാബത്തിനോട് പറയാൻ, സ്വർഗത്തിൽ പോകുന്ന സ്ത്രീയെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് ഉമ്മു ഐമനാണ്. എന്തുകൊണ്ട്? ചെറിയ പ്രായത്തിലേ ഉള്ള തന്റെ എല്ലാ ദുഃഖഭാരവും ചുമന്നുകൊണ്ട് അബവായിൽ നിന്ന് മക്കത്തേക്ക് നടന്നു വന്ന സ്ത്രീയാണ്. ലോകത്തൊരു മനുഷ്യനും സഹിക്കാത്ത എല്ലാ സഹനവും അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തേടിയെത്തിയിരുന്നു. പ്രിയപ്പെട്ടവരെ, ലോകത്തെ ഏറ്റവും വലിയ ദുഃഖം യതീമിങ്ങൾ പറയുന്നു, അത് യതീമിന്റെ ദുഃഖമാണ് ഉസ്താദേ, യതീമിന്റെ ദുഃഖമാണ്. എത്ര യതീംഖാനയുണ്ടെങ്കിലും ഞാനൊരു യതീമായ ദുഃഖത്തിന്റെ ആ ഒരു ആഴവും പരപ്പും എനിക്ക് തിരിച്ചറിയേണ്ടി വന്നിട്ടുണ്ട് ഉസ്താദേ. സ്ഥാപനങ്ങളിൽ പോലും ഞാനൊരു യതീമായതുകൊണ്ട് ആ ദുഃഖം എന്നെ വല്ലാതെ വേട്ടയാടിയിരുന്നു. മാതാപിതാക്കളും മക്കളെ കാണാൻ വാഹനത്തിന്റെ അകത്ത് ഓടി വരുമ്പോ, ക്ലാസ് റൂമിൽ നിന്ന് പ്രിയപ്പെട്ട മക്കൾ ഓടിപ്പോയവരെ വാരിപ്പുണരുമ്പോ യതീമായ ഞാൻ മാത്രം ബെഞ്ചിലേക്ക് മാറിയിരുന്ന് കരയുമായിരുന്നു. ആ ദുഃഖം ഒരു വല്ലാത്ത ദുഃഖമായിരുന്നു എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും ഒരു യതീമിന് തോന്നുകയാണ്. ആ ദുഃഖം വിടാതെ തന്നെ പിന്തുടരുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടത്, ലോകത്തെ ഏറ്റവും വലിയ അനാഥനായ ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുഃഖത്തെയാണ്. ഓമനാമോ ഹമ്മദീനെ ഓത്തിനയച്ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. ആമിന ബീവിന്റെ ഉള്ളിൽ നൊമ്പരം പേരുത്ത്, ആറ്റലായ മോനെ ഓർത്ത് വേദന കോരൂത്ത്. ആ ഓർമ്മ മതി. അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, ഇദാ അസാബ മിൻകും മുസീബത്തുൻ, നിങ്ങൾക്ക് അല്ലാഹു ഒരു വിപത്ത് തന്നാൽ, ഒരു ദുഃഖം തന്നാൽ, ഒരു മുസീബത്ത് തന്നാൽ, ഒരു പ്രതിസന്ധി തന്നാൽ, ഒരു പ്രയാസം തന്നാൽ, ഒരു സങ്കടം തന്നാൽ, ഫൽയദ്കുറു മുസീബത്തി, എന്റെ മുസീബത്തിനെ നിങ്ങൾ ഓർത്താ മതി, നിങ്ങളുടെ ദുഃഖം മാറുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇവിടെ യതീമീങ്ങൾ ഉണ്ടെങ്കിൽ ആ യതീമീങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങളെ കുറ്റപ്പെടുത്തിയാൽ, ആരെങ്കിലും നിങ്ങളെ കളിയാക്കിയാൽ, നമ്മുടെ ലോകം അങ്ങനെയാണ് മക്കളെ, നമ്മുടെ ലോകം അങ്ങനെയാണ്. അനാഥ മന്ദിരത്തിൽ നിന്ന് ഒരു കലണ്ടർ പാട്ട് വരികയാണ്. കുറ്റിക്കാട്ടൂരിലെ മുതലാളിയുടെ വീടിന്റെ ഗേറ്റിൽ വന്ന്, റിമോട്ട് ഗേറ്റല്ലേ, കുറെ നേരം കറങ്ങി തിരിഞ്ഞു, നായ കുരയ്ക്കുന്നുണ്ട്, പൂച്ച ചാടുന്നുണ്ട്, വേലക്കാരികൾ പലരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ആ മോനെ കയറ്റി വിട്ടു. പിന്നെ ചോദ്യമാണ്, എങ്ങനെ യതീമായി? കള്ളവല്ലേ പറയുന്നത്? പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയല്ലേ? ഒരു 10 രൂപ കൊടുത്താൽ തീരുന്ന കേസേ ഉള്ളൂ. അതിന് ഈ ആചാരം നീളമുള്ള മീറ്റർ വെച്ച് അളന്ന് തിട്ടപ്പെടുത്തി നോക്കി, വാപ്പ മരിച്ചതിന്റെ കണക്കെടുത്ത് കബറിന്റെ കുഴി തോണ്ടിയിട്ട് ആ മോന് നീ ഒന്നും കൊടുക്കണ്ട. ആ ദുഃഖം ലോകത്തിന് താങ്ങാവുന്നതിനും അപ്പുറമാണ്. നീ ലോകത്ത് എന്തൊക്കെ പണിഞ്ഞാലും നീ കാരണം ഒരു യതീം കരഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റൂലേ? അത് ഇസ്ലാമിന്റെ ശാസ്ത്രമാണ്. അങ്ങനെ രക്ഷപ്പെട്ടവർ ചരിത്രത്തിൽ ഉണ്ടാവൂല. പരലോകത്ത് അങ്ങനെ ഏതെങ്കിലും കള്ളൻ രക്ഷപ്പെട്ടാൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം, അല്ലാഹുവിനോട് രക്ഷപ്പെടൂല. അതുകൊണ്ട് ആ യതീമായ കുഞ്ഞിന് എവിടെന്നെങ്കിലും ഒരു സങ്കടമേറ്റാൽ സങ്കടം വരും. നമ്മുടെ ലോകം അങ്ങനെയാണ് മക്കളെ. കാരുണ്യവും സ്നേഹവും ഒക്കെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെങ്ങളോടുള്ള വാശി തീർക്കാൻ പെങ്ങളെ മാറത്തൊട്ടിക്കിടന്നുറങ്ങിയ 2.5 വയസ്സുകാരനായ ആ കുഞ്ഞിനെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ നാടാണ് നമ്മുടെ നാട്. പിന്നെ തന്തയില്ലാത്തവനെന്ന് വിളി കേൾക്കാണ്ടിരിക്കാൻ പറ്റോ? കുറ്റപ്പെടുത്തൂലേ? കുടുംബക്കാര് തന്നെ പറയൂലേ, അവന്റെ തല കണ്ടപ്പോ തന്നെ വാപ്പ പോയി, ഇങ്ങനെ ഒരു ഗുരുത്തം കെട്ടവൻ,
ഇങ്ങനെ ഒരു വൃത്തി കെട്ടവൻ, ഇങ്ങനെ ഒരു പൊരുത്തം കെട്ടവൻ, ഇങ്ങനെ ഒരു ഭാഗ്യം കെട്ടവൻ. എല്ലാരും പറയും, നാട്ടുകാര് പറയും, വീട്ടുകാര് പറയും, ചിലപ്പോ നിന്നെ പ്രസവിച്ച ഉമ്മ പോലും പറയും, ചിലപ്പോ നിന്നെ പ്രസവിച്ച ഉമ്മ പോലും പറയും, അവന്റെ തല കണ്ടപ്പോഴാണ് എന്റെ ഭർത്താവ് പോയത്. അത്രയ്ക്ക് ഭാഗ്യം കെട്ടവനാണ് ഈ മോൻ. വേദനയോടെ പ്രസവിച്ച ഉമ്മ പോലും ചിലപ്പോ അനാഥ മക്കളുടെ കൽബിൽ കനല് വാരി എറിയും. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അങ്ങനെ ഒരു യതീമിന്റെ മനസ്സിന്റെ അകത്ത് സങ്കടം വന്നാൽ, നൊമ്പരം വന്നാൽ, ഞാനെന്ന യതീമിനെ നിങ്ങൾ ഓർക്കണേ, എന്നെ നിങ്ങൾ ഓർക്കണേ, എന്റെ പ്രയാസത്തെ നിങ്ങൾ ഓർക്കണേ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, എന്റെ വിരലുകൾ ചേർന്നിരിക്കുന്നത് പോലെ എന്റെ കൂടെ ചേർന്നിരിക്കട്ടെ, അവരെന്നോടൊപ്പം അടുത്തിരിക്കട്ടെ, അവരെന്റെ കൂടെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഉല്ലസിക്കട്ടെ. അവരെ ചിരിപ്പിക്കുന്നവര്, അവരെ സന്തോഷിപ്പിക്കുന്നവര്, അവരെ ആനന്ദിപ്പിക്കുന്നവര്. ദിക്ർ ചൊല്ലിയാൽ പാപം പൊറുക്കും, ഖുർആൻ ഓതിയാൽ പാപം പൊറുക്കും, നിസ്കരിച്ചാൽ പാപം പൊറുക്കും, ദുആ ചെയ്താൽ പാപം പൊറുക്കും. തല തടകിയാൽ പാപം പൊറുക്കുമെങ്കിൽ അത് യതീമിന്റെ തല മാത്രമാണ്. നിങ്ങൾ ആലോചിച്ചു, യതീമിന്റെ തല മാത്രമാണ്. അപ്പൊ നിങ്ങൾ പറയും, കുറ്റിക്കാട്ടൂർ യതീംഖാനയിൽ മക്കളുടെ തല തടവാൻ വേണ്ടി വന്നപ്പോ ഒറ്റെണ്ണത്തിന് മുടിയില്ലല്ലോ, എല്ലാം മൊട്ടയാണല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ തടവി നിങ്ങൾ കൂലി കൊണ്ടുപോകണ്ട, പൈസ കൊടുത്ത് ഭക്ഷണം വാങ്ങി കൊടുത്തിട്ട് കൂലി കൊണ്ടുപോയി എന്നല്ല അതിന്റെ അർത്ഥം. ദർസിൽ പഠിക്കുമ്പോൾ മുടി വളർന്നാൽ ഒന്ന് അസുഖം ഉണ്ടാവും, പിന്നെ കുറച്ച് സ്റ്റൈൽ അവർക്ക് തോന്നും. മീസാനൊക്കെ പഠിക്കുമ്പോൾ ഒരു ഗ്ലാസ് ഒക്കെ സഞ്ചാന്റെ അടിയിലൊക്കെ എടുത്തു വെക്കും, അതൊക്കെ ഇങ്ങനെ നോക്കും. പിന്നെ എങ്ങനെ താഴത്തിലിടാൻ മുടി വേണം, പിന്നെ ഉയരത്തിലിടാൻ മുടി വേണം, അങ്ങനെ പല തോന്നലും മക്കൾക്ക് ഉണ്ടാവുന്ന. ക്ലീൻ മൊട്ടയായി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, റാഹത്താണ്, സുഖമായിട്ട് ഉറങ്ങാൻ, നേരത്തെ ഉണരാൻ, ഭക്ഷണം കഴിക്കാൻ, പഠിക്കാം. അതുകൊണ്ടാണ് അതൊരു മുടിയുടെ ശാസ്ത്രമാണ്. മുടി കൂടിയാൽ പിന്നെ ചന്തം അതങ്ങനെ കൂടണം, മുടിക്ക് പിന്നെ മരുന്ന് വരട്ടണം. അയ്യോ എത്ര ചെറുപ്പക്കാരെന്നറിയോ പടച്ചോനെ, മുടിക്ക് വേണ്ടിയിട്ട് കുളിക്കാതിരിക്കുന്നവർ പോലും. അഭിമുഖത്തിലൊക്കെ ചോദിക്കേ, എത്ര ദിവസമാണ് കുളിക്കുക? 7 ദിവസത്തിൽ ഒരിക്കലൊക്കെയാണ് കുളിക്കുന്നത്. കുളിച്ചാൽ മുടിയിലെ സാധനം പോവും. അതുകൊണ്ടാണ് അങ്ങനെ തെങ്ങും പനയും ഒക്കെ വളർത്തുന്ന പോലെ മരുന്നും വളമൊക്കെ ഇട്ടിയ സാധനം ഇങ്ങനെ വളർത്തി കൊണ്ടുപോയി. എന്തിനാണ്? എൻ്റെ താത്തമാരൊക്കെ ഒരുപാടുണ്ട്, ചുവന്ന മുടി, പച്ച മുടി. പണ്ടൊക്കെ ആകെ കറുത്ത മുടി മാത്രമേ ഉള്ളൂ. ഇപ്പൊ ചുമന്ന ബ്ലൗസ് ആണെങ്കിൽ ചുമന്ന മുടി, പച്ച ബ്ലൗസ് ആണെങ്കിൽ പച്ച മുടി. ഭർത്താവ് വരുമ്പോ ഇന്നലെ കണ്ട നൈസൈനെ വല്ലല്ലോ പടച്ചോനെ, ഇന്ന് ചുമന്നിരിക്കുന്നില്ല, റബ്ബേ ഹൂർലിങ്ങൾ ഇറങ്ങിയ പടച്ചോനെ. മഴ പെയ്താൽ മതി, ഹൂർലിയും കുറ്റിക്കാട്ട് റോഡ് സൈഡിലൂടെ ഒഴുകി പോണ കാണാം. അപ്പൊ ഇങ്ങനെ പല മോഡൽ, പല രൂപം, പല ഭാവം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുഭവിക്കാത്ത ദുഃഖം ഈ ലോകത്താരാ അനുഭവിക്കുന്നത്? ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുഭവിക്കാത്ത സങ്കടം ലോകത്താരാ അനുഭവിക്കുന്നത്? എല്ലാ സ്ഥാനവും എല്ലാ മാനവും ആ മക്കാ മണ്ണിൽ മുത്ത് ഹബീബിന് കൊടുത്തിട്ട് അവസാനം അബുൽ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിലേക്ക് കല്ലുകൾ വാരിയിറങ്ങി ആട്ടിയോടിക്കുമ്പോ അല്ലാഹുവിന്റെ ദീൻ പറഞ്ഞതിന്റെ പേരിൽ, ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദഅവത്ത് നടത്തിയതിന്റെ പേരിൽ, ദീൻ പഠിപ്പിച്ചു കൊടുത്തതിന്റെ പേരിൽ, അല്ലാഹുവായ യജമാനനായ അല്ലാഹു ലോകത്തിന് സൃഷ്ടാവുണ്ടെന്ന് പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ എത്രയൊക്കെയാണ് അനുഭവിക്കേണ്ടി വന്നത്. എന്നിട്ട് പോലും അതിൽ നിന്നൊരു സെക്കൻഡ് പോലും മാറിയിട്ടില്ല. അല്ലാഹുവിന്റെ പരലോകത്തെ കുറിച്ച് ആരംഭ റസൂൽ പറയുന്നുണ്ട്, ഇദാ ജമഅല്ലാഹുൽ ഖലായിക യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എല്ലാ സൃഷ്ടിചരാചരങ്ങളെയും ഒരുമിച്ച് കൂട്ടുമ്പോ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വനാദാ മുനാദ്, ഒരു അശരീരിയോടെ വിളിച്ച് ചോദിക്കപ്പെടുകയാണ്, ഐനാഹിലു സ്വബിരി, ഐനാഹിലു സ്വബിരി, ക്ഷമയുടെ ആളുകൾ എവിടെ? ദുഃഖം വന്നപ്പോ, യതീമായി പോയപ്പോ, മക്കള് മരിച്ചു പോയപ്പോ, അസുഖം വന്നപ്പോ, കാലു പഴുത്ത് വിരൽ മുറിച്ചപ്പോ, ബിസിനസ് പൊട്ടിപ്പൊളിഞ്ഞപ്പോ, ആത്മഹത്യ ചെയ്യാറെ, പടച്ചവനെ ചീത്ത വിളിക്കാറെ, ദേഷ്യപ്പെടാറെ, തല ചുവരിലിടിക്കാറെ, എല്ലാം അല്ലാഹു തരുന്നതാണെന്ന് തിരിച്ചറിഞ്ഞ് ക്ഷമിച്ചവരെവിടെ? എവിടെ ക്ഷമിച്ചവരെവിടെ എന്ന് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു ചോദിക്കുകയാണ്. യംതലിഖൂന ഇലൽ ജന്നത്തി സിറാ,
വളരെ ധൃതിയിലാണ്, വേഗത്തിലാണ് അവര് സ്വർഗത്തിന്റെ കവാടം കടന്നു പോകുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. ക്ഷമിച്ചവര്, സഹിച്ചവര്, രോഗം, പട്ടിണി, കഷ്ടപ്പാട്, നൊമ്പരം, അതൊക്കെ അല്ലാഹു അറിയാതെ ഒന്നും കുറ്റിക്കാട്ടൂര് വന്ന നിങ്ങൾക്ക് അല്ലാഹു തരൂല. അല്ലാഹു അറിയാത്ത ഒരു വേദന, ഒരു സങ്കടം, ഒരു മുള്ളുപോലും നിങ്ങളുടെ കാലിൽ തറക്കൂല. അല്ലാഹയെ കുറ്റപ്പെടുത്താതെ ക്ഷമിക്കുന്നവര്, സഹിക്കുന്നവര്. ദുനിയാവ് അങ്ങനെയാണ് മക്കള്, ദുനിയാവ് അങ്ങനെയാണ്. അദ്ദുനിയാ സിജ്നുൽ മുഅ്മിനി. നിങ്ങൾ വിശ്വാസിയാണോ? നിങ്ങൾക്ക് ജയില് പോലെ തോന്നും, നിങ്ങൾക്ക് സുഖം തോന്നൂല, നിങ്ങൾക്ക് ആഡംബരം തോന്നൂല. നിങ്ങൾ പറയും ഉസ്താദേ എന്നും പ്രശ്നമാണ്, എന്നും പ്രയാസമാണ്, എന്നും സങ്കടമാണ്. വീട്ടിൽ കയറിയാൽ ഇറങ്ങി ഓടാൻ തോന്നുകയാണ്. രോഗമാണ്, പരീക്ഷണമാണ്, കടക്കെണിയാണ്, തീരാത്ത കടം, തീരാത്ത രോഗം, തീരാത്ത പ്രയാസം. എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ മനസ്സറിഞ്ഞ കാരുണ്യവാനായ പടച്ചവനെ നോക്കിയിട്ട് അൽഹംദുലില്ലാഹ് എന്നങ്ങ് പറഞ്ഞു നോക്കേ. അപ്പോഴറിയാം അതിന്റെ ഒരു സുഖം. ഞാൻ വെറുതെ പറയുന്നല്ല, നിങ്ങൾ പറഞ്ഞു നോക്ക്, നിങ്ങൾ പറഞ്ഞു നോക്ക്. അതിന് കിട്ടുന്ന ഒരു വല്ലാത്തൊരു എനർജിയാണ്. അത്തിപ്പറ്റ ഉസ്താദിന് അള്ളാഹു കൊടുത്തത് വലിയ രോഗമാണ്. ഒരുപാട് ആളുകളെ കൈ തലോടിയിട്ടും തേൻ മന്ത്രിച്ചു കൊടുത്തിട്ടും ദുആ ചെയ്തു കൊടുത്തിട്ടും എത്രയോ വലുതും ചെറുതുമായ രോഗങ്ങൾ ആ ഒരു ശ്വാസത്തിന്റെ, ആ ഒരു നാവിന്റെ, ആ ഒരു മന്ത്രത്തിന്റെ ബറക്കത്തുകൊണ്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഉസ്താദിന് വലിയ രോഗമായിരുന്നു. ഉസ്താദ് ആരോടെങ്കിലും പരാതി പറഞ്ഞു? ഉസ്താദിനെ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞ എന്താ? ഒരു പനി പിടിച്ച കുഞ്ഞു വന്നിരിക്കുന്ന പോലെയാണ് ഈ വലിയ രോഗവും കൊണ്ട് ഉസ്താദ് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇരുന്നെന്ന് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഡോക്ടർ പറയാണ്. ആരോടെങ്കിലും പരാതി പറഞ്ഞോ? അബ്ദുൽ വാഹിദ് ഉസ്താദിനോട് ചോദിക്ക്, മോനോട് പറഞ്ഞോ, മോനെ വേദന സഹിക്കുന്നില്ലടാ, എന്തൊരു രോഗമാണ്. ഒരു വാക്ക്, മരണം വരെ ഒരു വാക്ക് അതിനെതിരെ പറഞ്ഞില്ല. പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ നാറ്റപ്പൂ. നമ്മളൊക്കെ പറയൂലേ, അവിടെ വന്നിട്ട് എന്റെ കടയിൽ കയറിയില്ല, ഇവിടെ വന്നിട്ട് എന്റെ വീട്ടിൽ കയറിയില്ല അല്ലേ? പരമാവധി പറ്റുന്നിടത്തൊക്കെ കയറും, അവർക്കൊക്കെ ദുആ ചെയ്തു കൊടുക്കും. വലിയ 2 or 3 രോഗങ്ങൾ ചുമന്നുകൊണ്ടാണ് പ്രിയപ്പെട്ട ആറ്റപ്പൂ നടന്നത്. അത്രയും വേദന സഹിച്ചിട്ട് നമ്മുടെ കടയിൽ, നമ്മുടെ സ്ഥാപനത്തിൽ, നമ്മുടെ പള്ളിക്ക് ചിലവാകാൻ, നമ്മുടെ ഉദ്ഘാടനം നടത്താൻ, നമ്മുടെ സ്റ്റേജിൽ പ്രസംഗം നടത്താൻ, കേൾക്കാൻ നമ്മൾ സങ്കടം ചെന്ന് പറയുമ്പോ പാണക്കാട്ടെ തിരുമുറ്റത്തെ കുടപ്പനൊക്കെ തറവാട്ടിന്റെ സിംഹാസനത്തിലിരുന്ന് നമുക്ക് ഞറക്കെഴുതി തരാൻ, ദിക്റെഴുതി തരാൻ ആ പ്രിയപ്പെട്ടവര് മനസ്സ് വെക്കുമ്പോ മാരക രോഗത്തിന്റെ വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും ആ ശരീരത്തെ ഇങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് തിന്ന് തീർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ പരാതി പറഞ്ഞില്ല, സങ്കടം പറഞ്ഞില്ല. നമ്മളെ ശീലിക്കണം, നമ്മളെ ശീലിക്കണം. ഐനാഹുൽ സ്വബർ എവിടെ? ക്ഷമയുടെ ആളുകൾ എവിടെ? അവര് ഞങ്ങളിതാ നിൽക്കുന്നു അല്ലാഹ് എന്ന് പറയുമ്പോ യന്തലിഖൂന ഇലൽ ജന്നത്തി സിറാ, അതിവേഗമാണ് സ്വർഗത്തിലേക്ക് അവര് കടന്നു പോകുന്നത്. പുന്നാരപ്പൂവായ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറയുകയാണ്, സ്വർഗത്തിന്റെ വാതിൽ മുട്ടിത്തുറന്ന് ആദ്യം കടന്നു പോകുന്നവരാരെന്നറിയുമോ? അവര് മുഹാജിറുകളുടെ പാപങ്ങളായിരുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. മുഹാജിരീങ്ങൾ ആരാണ്? ലോകത്തെ ഏറ്റവും വലിയ ക്ഷമയുള്ളവരാണ് മുഹാജിരീങ്ങള്. ലോകത്തെ ഏറ്റവും വലിയ ക്ഷമയുള്ളവരാണ് മുഹാജിരീങ്ങൾ. അവരാണ് സ്വർഗവാതിൽ ആദ്യം മുട്ടിത്തുറന്നകത്ത് പോകുന്നത്. എന്തുകൊണ്ട് അവർ ക്ഷമയുള്ളവരായി? അല്ലാഹ് രോഗം കൊടുത്തില്ല, ക്യാൻസർ കൊടുത്തില്ല, അറ്റാക്ക് കൊടുത്തില്ല. പിന്നെയോ പിറന്ന നാട്ടിൽ സ്വത്ത്, കുടുംബം സർവ്വതും കളഞ്ഞിട്ട് അണിഞ്ഞിരിക്കുന്ന വസ്ത്രം ഏതാണോ അതും കൊണ്ട് മദീനത്തേക്ക് പോയവരാണവർ. അതിന് ചെറിയ ക്ഷമയൊന്നും പോരാ. അത് പറയാൻ എളുപ്പമാണ്, അതിന് ചെറിയ ക്ഷമയൊന്നും പോരാ. പ്രിയപ്പെട്ടവരെ, എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇനി ഒരിക്കലും ജനിച്ച നാട്ടിലേക്ക് വരാൻ പറ്റൂല. ഇതുവരെ 10, 20, 30 കൊല്ലം കൊണ്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സമ്പാദ്യം, വീട്, കൊട്ടാരമൊക്കെ അവിടെ കിടക്കാണ്. മദീനത്ത് പോയ ഒരു സഹാബിയോട് ഒരാൾ ചെന്നിട്ട് പറയാണ്, എടോ നിന്റെ വീടുണ്ടല്ലോ, മക്കത്ത് നീ വെച്ചിരുന്ന വലിയ വീട്, ആ വീട് അബൂജഹൽ കയ്യേറി,
അബൂജഹൽ ആടിനെയും ഒട്ടകത്തെയും കൊണ്ടുവന്ന് കെട്ടി. നീ എത്ര സ്വപ്നം കണ്ട വീടാണ്. ആ സഹാബി ഓടുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുമ്പിൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ വീട് അബൂജഹൽ എടുത്തു നബിയെ. അതിന്റെ വാതിൽ ചവിട്ടി പൊളിച്ചകത്ത് കിടന്നിട്ട് ഒട്ടകത്തെയും ആടിനെയും കൊണ്ട് കെട്ടിയിട്ട് അവൻ അവിടെ കിടന്ന് സുഖിക്കുകയാണ് ഹബീബേ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കാണ്, നിനക്ക് ആ വീട് വേണമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല നബിയെ. അവിടെ കിടക്കണോ തോന്നുന്നുണ്ടോ? ഇല്ല നബിയെ. ഒരു വീട് വെക്കുന്ന കുറ്റിക്കാട്ടുമില്ല. മനുഷ്യന്റെ അവസ്ഥ ആലോചിക്കുക. സ്ഥലം വാങ്ങുമ്പോ, പ്ലാൻ വരയ്ക്കുമ്പോ, കുറ്റിയടിക്കുമ്പോ ഇങ്ങനെ നീറി ടെൻഷൻ അടിച്ചു ദുആ ചെയ്ത് ആഗ്രഹിക്കുന്ന കളറ്, ആഗ്രഹിക്കുന്ന വലിപ്പം, രൂപം, ഭാവം, സിറ്റ് ഔട്ട്, സ്റ്റെപ്പ്, റൂം, ഹാള്, കിച്ചൺ, അങ്ങനെ സ്വപ്നലോകത്താണ് ആണും പെണ്ണും ജീവിക്കുന്നത്. ഒരു സെക്കൻഡിൽ അത് മുഴുവനും എത്തിങ്ങാനെ കൊടുക്കുന്നു, അറബിക്കുളതിന് കൊടുക്കുന്നു. നിങ്ങൾ അങ്ങനെ ധരിച്ച വസ്ത്രമായിട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്നു. ചിന്തിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടാക്കണ്ടെന്ന് നിങ്ങൾ പറയും. ഈ പ്രിയപ്പെട്ട സഹാബി പറയുന്നു, ഇല്ല നബിയേ, ഒരു സെക്കൻഡ് പോലും അവിടെ കിടക്കണമെന്ന് കൊതിക്കുന്നില്ല ഹബീബേ. പക്ഷേ ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ട് വെച്ച വീട് ആ വൃത്തികെട്ടവനായ അബൂജഹൽ കയ്യേറിയെന്നറിഞ്ഞപ്പോ ഒരു ഞെട്ടല് വന്നു പോയതാണ് നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മോനെ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ കൊട്ടാരങ്ങൾ പിന്നെ ആർക്കാണടാ? അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന കൊട്ടാരം പിന്നെ ആർക്കാ? ഈ ദുഃഖങ്ങളൊന്നും ദുഃഖമല്ല എന്ന് ചിന്തിക്കുമ്പോ, ഈ സങ്കടങ്ങളൊന്നും തന്നെ സങ്കടപ്പെടുത്താനുള്ള ത്രാണിയില്ലാത്തതാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് യജമാനനായ റബ്ബുരുക്കി വെച്ചിരിക്കുന്ന സമ്മാനങ്ങൾ വാങ്ങാൻ പറ്റുന്നത്. വലാ തജ്സഅ വഇൻ അയ്സർത യൗമാ ഫഖദ് അയ്സർത ഫിസ്സമനി തുവീലി. ഇന്നൊരു ദുഃഖം തന്നാൽ വേദനിക്കല്ല്, ടെൻഷൻ അടിക്കല്ല്. ഇന്നൊരു കട പൊളിഞ്ഞു പോയാൽ, ഇന്നൊരു രോഗത്തിന്റെ റിസൾട്ട് വന്നാൽ, ഇന്ന് കുറച്ച് പണം നഷ്ടപ്പെട്ടു പോയാൽ, ഇന്നൊരു സാമ്പത്തിക നഷ്ടം വന്നാൽ, ഇന്ന് പെട്ടെന്നൊരു രോഗിയായി കഴിഞ്ഞാൽ നീ തളരല്ലേ, നീ ക്ഷമ നഷ്ടപ്പെടുത്തല്ലേ, നീ ആത്മഹത്യ ചെയ്യല്ലേ, നീ അല്ലാഹുവിനെ കുറ്റപ്പെടുത്തല്ലേ. വരാൻ പോകുന്ന ദീർഘകാലഘട്ടത്തിൽ അല്ലാഹു നിനക്ക് സമാധാനം തരുമെന്ന്, അല്ലാഹു നിനക്ക് സമാധാനം തരുമെന്ന് മഹാരഥന്മാര് പറയുകയാ. കുറച്ച് സങ്കടം വന്നോട്ടെ, കയറൂരി ഓടരുത്, ക്ഷമിക്കുക. ഇനിയും ജീവിതം ഒരുപാടുണ്ടല്ലോ. ഈ സങ്കടക്കടലിനെ മറികടക്കാനുള്ള വഴി, അതിനെ മുകളിലൂടെ പറക്കാനുള്ള ചിറക് യജമാനനായ അല്ലാഹു തരും. വലാ തളുനുൻ ബിറബ്ബിക വൈറ ഖൈരി ഫഇന്നല്ലാഹ ഔലാ ബിൽ ജമീലി. അല്ലാഹുവിനെ കുറിച്ച് മോശം ചിന്തിക്കല്ലേ. കഅബാലയത്തിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുമ്പോ, കഅബാലയം തവാഫ് ചെയ്യുമ്പോ, നൗഷാദ് ബാക്കവിയുടെ 10 വയസ്സുള്ള മുസ്താഖ് അഹമ്മദ് എന്ന പൊന്നുമോനെ നാട്ടിൽ സുബഹിന്റെ സമയത്ത് മദ്രസയിലേക്ക് ഖുർആനും നെഞ്ചത്ത് വെച്ച് കൊണ്ടുപോകുമ്പോ ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കുമ്പോ ആ വിവരമറിയുമ്പോ മക്കാ മണ്ണിൽ നിന്നിട്ട് പടച്ചവനോട് എന്നാലും എന്നോട് ഇത് ചെയ്തല്ലോ അല്ലോ എന്ന് ചോദിക്കാറ് അൽഹംദുലില്ലാഹ് കോടിക്കണക്കിന് പ്രാവശ്യം പറഞ്ഞവിടുന്ന് പൊന്നുമോന്റെ അരികിലേക്ക് ഓടിയെത്തലാണ് ഒരു ഈമാനുള്ള മനുഷ്യൻ ചെയ്യേണ്ടത്. പതറിപ്പോകേണ്ട സമയത്ത് അവിടെ അള്ളാഹുവാണ് സഹായിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈമാനുള്ളവരാണെന്ന്, വിശ്വാസികളാണെന്ന് ഉറപ്പിക്കേണ്ട ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും അത് ഉറപ്പിച്ചു വെക്കണേ. അവിടെയാണ് അള്ളാഹു നമുക്ക് വലിയ റാഹത്ത് നൽകുന്നത്. എന്ന് ഭക്ഷണം കഴിക്കാൻ പോയ നസീർ എന്ന സഹോദരന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ മരിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. ഒരുപാട് പ്രായമൊന്നും ആയില്ല. അദ്ദേഹത്തെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ എന്ന് പറയുമ്പോൾ അത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ല. പക്ഷേ പോയി ഞാൻ അവിടെ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഉസ്താദുമാരും സാധാരണക്കാരും നിന്നിട്ട് സ്വലാത്തു വസ്സലാമു അത് ചൊല്ലാണ്. അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അത് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. ആ പ്രിയപ്പെട്ട ജ്യേഷ്ഠന് സ്വർഗം കൊടുക്കാനും അവിടുത്തെ ഭാര്യ, മക്കൾ, കുടുംബം, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, കൂടപ്പിറപ്പുകൾ, കൂട്ടുകാർ, അയൽവാസികൾ അവർക്കൊക്കെ ക്ഷമ കിട്ടാനും ഇത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യേണ്ടത്. അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് എന്താ പറഞ്ഞത്? ഇത്രയും വലിയ രോഗം, ഇത്രയും വലിയ പ്രയാസം, ഇത്രയും വലിയ സങ്കടം അല്ലാഹു കൊടുത്തിട്ട്
എന്റെ അസുഖം ഒന്ന് മാറ്റിത്ത അള്ളാന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. പ്രവാചകനാണ് തന്റെ ഭർത്താവെന്നറിയുന്ന റഹ്മത്ത് ബീവി കൂടെ നടക്കുകയാണ്. അള്ളാഹുവേ, നമ്മുടെയൊക്കെ ഭാര്യക്ക് നമുക്കും ആ ക്ഷമയുടെ 100-ൽ ഒരംശമെങ്കിലും നീ നൽകണേ റഹ്മാനെ. അത്രയൊന്നും കിട്ടൂല, അത്ര ക്ഷമയൊന്നും നമുക്ക് കിട്ടൂല. പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിലാണ് സുഖമില്ലാതെ ഇനി ഒരിക്കലും എഴുന്നേൽക്കൂല എന്ന് ഡോക്ടർ വിധിയെഴുതിയ ഭർത്താവിന്റെ തലയിണയുടെ താഴെ കത്തെഴുതി വെച്ചിട്ട് ഭാര്യ പോയത്, ഇനി എന്നെ വിളിക്കരുത്, ഇനി ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്കില്ല, എനിക്ക് ജീവിക്കണം. രാവിലെ ഭർത്താവ് അടുത്ത് കിടക്കുന്നവരോടൊക്കെ ചോദിക്കാണ്, എവിടെ, ആളെ കണ്ടില്ലല്ലോ. അപ്പൊ അവര് പറയാണ്, ആള് പോയി, നമ്മളോടൊക്കെ യാത്ര പറഞ്ഞു, നിങ്ങളോട് യാത്ര പറയാൻ സങ്കടമാണ്, കത്തെഴുതി വെച്ചിട്ട് പോയി, സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ഒരു സഹോദരൻ തന്റെ ഭാര്യക്ക് ക്യാൻസർ ആണെന്നറിഞ്ഞപ്പോ ഒഴിവാക്കി. ഇന്ന് ആ സഹോദരൻ തിരുവനന്തപുരം RCCയിലെ രോഗിയാണ്. ഭാര്യ മരണപ്പെട്ടു പോയി. പക്ഷെ എന്നാലും ചില കാര്യങ്ങളിൽ അള്ളാഹു ചില ശക്തമായ തീരുമാനം അള്ളാഹു എടുക്കും. സുന്ദരിയായ ഭാര്യ, പണമുള്ള ഭാര്യ സന്തോഷത്തോടെ കല്യാണം കഴിച്ചു. പക്ഷേ പിന്നീട് മാറിടത്തിൽ ക്യാൻസർ വന്നപ്പോ ആ പ്രിയപ്പെട്ടവളെ ചുമന്നുകൊണ്ട് നടക്കണ്ടെന്ന് കൂട്ടുകാര് പറഞ്ഞപ്പോ, ഉമ്മ പറഞ്ഞപ്പോ, വാപ്പ പറഞ്ഞപ്പോ ആ പ്രിയപ്പെട്ട സഹോദരൻ തീരുമാനമെടുത്തു, അവളെ ഒഴിവാക്കി. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോ തന്നെ അദ്ദേഹം ആ ഭാര്യ മരിക്കുന്നത് അദ്ദേഹം തന്നെ കണ്ടു. അദ്ദേഹം വേറെ കല്യാണം കഴിച്ചു. പക്ഷെ എന്ത് പറ്റിപ്പോയി? അദ്ദേഹത്തിന് ഭാര്യയുണ്ട് ഇപ്പോ, പക്ഷെ അദ്ദേഹം ഇന്ന് രോഗിയാണ്. ആ ഭാര്യയെ കൂടി കളഞ്ഞിട്ട് പോയാൽ എങ്ങനെയാണ് ഒരു ക്യാൻസർ രോഗി ജീവിക്കുക എന്ന നൊമ്പരം നിമിഷം തോറും നീറി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗിയാണ് അദ്ദേഹവും. അദ്ദേഹത്തിന്റെ നിലവിലെ ഭാര്യയും സ്നേഹസാഗരത്തിൽ വന്നിരുന്നു. സഹിക്കാൻ പറ്റൂല, ഈ കഴുത്തിന്റെ ഭാഗം കണ്ടു നിൽക്കാൻ നമുക്ക് പറ്റൂല, തോർത്തുകൊണ്ട് കെട്ടിയിരിക്കുകയാണ്. അല്ലാഹുവേ, സഹിക്കാവുന്നതിനപ്പുറമുള്ള രോഗങ്ങളൊന്നും നമുക്ക് നമ്മുടെ മക്കൾക്കും നീ തരല്ലേ റഹ്മാനെ. അല്ലാഹുവേ, ഒരു പ്രയാസവും നീ തരല്ലേ അല്ലാ. പടച്ചവനെ, നമുക്ക് ക്ഷമ തരണേ പടച്ചവനെ. അല്ലാഹുവേ, ക്ഷമ തരണേ അല്ലാ. അയ്യൂബ് നബി അലൈഹിസ്സലാം ഒരു വാക്കുകൊണ്ട് പോലും അല്ലാഹയെ കുറ്റപ്പെടുത്തിയില്ല. എങ്ങനെ നടന്ന അയ്യൂബ് നബിയാണ്, ഒരു 4 ഷെഡിനകത്തൊരു ഓല വെച്ചിട്ട് അതിനകത്ത് കിടന്നുറങ്ങിയ പണ്ഡിതനായിരുന്നില്ല. കൊട്ടാര സമാനമായ വീടുണ്ടായിരുന്നു. അല്ലാ, ആരോഗ്യ ദൃഢഗാത്തന്മാരായ മക്കളുണ്ടായിരുന്നു. അല്ലാ, സുന്ദരികളായ ഭാര്യമാരുണ്ടായിരുന്നു. ആടുഒട്ടകം തോട്ടങ്ങള് എല്ലാം ഉള്ള സമയത്താണ് എല്ലാം ഒരു സെക്കൻഡ് കൊണ്ട് അല്ലാഹു നഷ്ടപ്പെടുത്തുന്നത്. അതിനാണ് ക്ഷമയെന്ന് പറയുന്നത്, അതിനാണ് സഹനമെന്ന് പറയുന്നത്, അതിനാണ് ത്യാഗമെന്ന് പറയുന്നത്. സ്നേഹിച്ചവര് ആട്ടിയോടിക്കുകയാണ്, ഇഷ്ടപ്പെട്ടവര് മാറിപ്പോ എന്ന് പറഞ്ഞ് കൈകൊണ്ട് തട്ടിമാറ്റുകയാണ്. ആ യാത്രയിലാണ് കാരുണ്യവാനായ അല്ലാഹുവിനെ കുറ്റപ്പെടുത്തേണ്ടി വരുന്ന ഒരു മനുഷ്യൻ. എന്നാലും എനിക്കെന്തിനിങ്ങനൊരു ജീവിതം തന്നു അല്ലാ എന്നറിയാതെ ഒരു മനുഷ്യൻ ചോദിച്ചു പോകുന്നത് എവിടെയാണ്? ഒരു വാക്ക് മിണ്ടിയില്ല. തന്റെ പ്രിയപ്പെട്ട ഭാര്യ വെളിച്ചം കാണുന്ന സ്ഥലത്തൊക്കെ പോയി എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ചു പൊരുത്തമുള്ള ഭക്ഷണം കൊണ്ടുവന്ന് ആ വീടടിച്ച് വൃത്തിയാക്കി കൊടുത്തതിന് പകരം കിട്ടുന്ന ഭക്ഷണം കൊണ്ടുവന്ന് ഭർത്താവിന് വാരിക്കൊടുക്കുമ്പോഴും നോമ്പ് നോറ്റവരാണവര്, നഷ്ടപ്പെടുത്താറ് ഇബാദത്ത് ചെയ്തവരാണവര്. തന്റെ മനോഹരമായ ആ കാലഘട്ടത്തിലെ ഏറ്റവും കട്ടിയുള്ള, ഏറ്റവും കറുപ്പുള്ള, ഏറ്റവും നീളമുള്ള, ഏറ്റവും ഭംഗിയുള്ള മുടിയായിരുന്നു റഹ്മത്ത് ബീവിയുടെ മുടി. പെങ്ങളെ, അതുപോലും മുറിച്ചു കൊടുത്തിട്ടാണ് അയ്യൂബ് നബി അലൈഹിസ്സലാമിന് ഭക്ഷണം കൊടുത്തത്. എല്ലാം നഷ്ടപ്പെടുമെന്ന് കണ്ടപ്പോ റഹ്മത്ത് ബീവി ചോദിക്കുകയാണ്, നിങ്ങളൊരു പ്രവാചകരല്ലേ? നിങ്ങളൊരു നബിയല്ലേ? നിങ്ങളൊരു നബിയല്ലേ? ഒരു വാക്ക് നിങ്ങൾക്ക് പടച്ചോരോട് പറഞ്ഞുകൂടെ? ഒരു നബിയല്ലേ? നിങ്ങൾ ദുആ ചെയ്താ അപ്പൊ അല്ലാഹ് എല്ലാം മാറ്റും, എല്ലാ പരീക്ഷണവും മാറ്റും. അല്ലാഹുവിന് അയ്യൂബ് നബിയുടെ ഒരു വാക്ക് മതി, അല്ലാഹുവിന്റെ രോഗം മാറ്റിത്താ. പിന്നെ അല്ലാഹു പരീക്ഷിക്കൂല, രോഗം മാറ്റി കൊടുക്കും. പ്രവാചകന്മാരല്ലേ? പക്ഷെ അയ്യൂബ് നബിക്ക് അവിടെ വിജയിക്കണം, 100 മാർക്ക് വാങ്ങണം. അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, അന്നി മസ്സനി അൽദുറു വ അൻത അർഹമുർ റഹീമീൻ. പടച്ചോനെ, കുറച്ച് ബുദ്ധിമുട്ടുകൾ എനിക്ക് വന്നിട്ടുണ്ട്, പക്ഷെ നീ വലിയ കാരുണ്യവാനാണ്. നീ എന്നെ വേദനിപ്പിച്ചു, നീ എന്നെ വിഷമിപ്പിച്ചു, നീ എന്ത് പണിയാ കാണിച്ചതെന്നല്ല അതിന്റെ അർത്ഥം. നീ കാരുണ്യവാനാണ്. ചെറിയ ബുദ്ധിമുട്ട് എനിക്ക് വന്നിട്ടുണ്ട്. ഈ ഒരൊറ്റ വാക്കിൽ
അല്ലാഹുവിന്റെ കാരുണ്യവും ശിഫാവും മുഴുവനും അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഇന്നാ വജദ്നാഹു സ്വാബിറാ നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. ലോകത്തൊരു പ്രവാചകനെ കുറിച്ചും അങ്ങനെ പടച്ചോൻ പറഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ. അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് മാത്രം പറഞ്ഞ വാക്കാണ്. നല്ല അടിമ, ഓ എന്ത് രസമുള്ള അടിമ, എത്ര സുന്ദരമായ ക്ഷമ, അല്ലാഹു അത്ഭുതപ്പെട്ടു പോയ ക്ഷമ. നമുക്ക് കഴിയൂല. പക്ഷെ ഞാൻ പറയുന്നത് ഈ ചരിത്രത്തിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കണം. SSLCക്ക് മാർക്ക് കുറഞ്ഞാൽ ഉമ്മാടെ ക്ഷമ പോയി. പിന്നെ മോളെ ഇങ്ങനെ കടിച്ചു തിന്നാൻ വരും, അത് പേടിച്ചിട്ട് മോള് നേരെ ആത്മഹത്യയിലേക്ക്. മൊബൈല് കൊടുത്തില്ലെങ്കിൽ ഓ എന്തൊരു കുടുംബം, എന്തൊരു ലോകം. നമ്മൾ ആലോചിക്കും മൊബൈല് കിട്ടാത്തതിന്റെ പേരിൽ, ഉമ്മ കണ്ണുരുട്ടിയതിന്റെ പേരിൽ, വാപ്പ ദേഷ്യപ്പെട്ടതിന്റെ പേരിൽ. അതിനൊക്കെയല്ലേ അള്ളാഹു തന്ന പവിത്രമായ ജീവിതത്തെ ബ്ലൈഡ് കൊണ്ട് ഞരമ്പറത്ത് തീർക്കാൻ. ഈ നിസാരമായ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടാണ് ഞാനും നിങ്ങളും മത്സരിക്കുന്നത്. നമ്മുടെ മക്കൾ, നമ്മുടെ തലമുറ അങ്ങനെയാണ് ജീവിക്കുന്നത്. ഇവിടെ ഈ ഉസ്താദുമാർക്കൊക്കെ പല സെക്ഷനായിട്ട് ക്ലാസും പ്രോഗ്രാമുകളും കുടുംബയോഗമൊക്കെ വെക്കുന്നത് എന്തിനാ? ഇവിടെ ഇങ്ങനെ 6666 കിട്ടാൻ വേണ്ടി മാത്രമല്ല. നിങ്ങൾ ആ കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്? ഒരു മോട്ടിവേഷൻ, ഒരു ക്ലാസ്, ഒരു ഈമാൻ, ഒരു ആത്മീയത, ഒരു ദുആ. അതാണ് നിങ്ങൾക്ക് കിട്ടുക. നമ്മുടെ മക്കൾ, ഈ മക്കൾ അങ്ങനെ ആവാൻ പാടില്ല. ഓരോ പ്രതിസന്ധിയിലും ആ മക്കൾ അൽഹംദുലില്ലാഹ് പറഞ്ഞ് മുളച്ചു വളരുന്ന, തഴച്ചു വളരുന്ന ഈമാൻ എന്ന പടുവൃക്ഷമായി ആ മക്കൾ മാറണം. അതിനാണ് ആ മക്കളെ ഇങ്ങനെ പ്രേരിപ്പിക്കുന്നത്. സഹോദരിമാരൊക്കെ ശരിക്കും പഠിക്കണം. ലോകത്ത് ഏറ്റവും അധികം ആത്മഹത്യ ചെയ്യേണ്ടിയിരുന്നത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അല്ലേ? എത്ര ചരിത്രങ്ങളാണ്. ലഈഫായതെന്ന് പറയുന്നതും സ്വഹീഹായതെന്ന് പറയുന്നതുമായ 100 കണക്കിന് ചരിത്രങ്ങളുണ്ട്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരളിന്റെ കഷ്ണത്തിൻ്റെത്. തളർന്നൊരു വീടിനകത്ത് വീണ് കിടക്കുമ്പോ മക്കള് കരയാന്ന് പറഞ്ഞാൽ ആ രംഗം നിങ്ങളൊന്ന് ഓർത്തു നോക്ക്. ബിലാൽ റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് എന്റെ മുത്തുനബി എന്റെ കവിളിലും നെറ്റിത്തടത്തിലും മുത്തം തന്ന ഒരു നിമിഷമുണ്ട്. സഹാബത്ത് ചോദിച്ചു, അതെപ്പോഴാണ്? ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളെയും മക്കളെയും കാണാൻ അവിടെ ചെല്ലുമ്പോ മക്കളുടെ കരച്ചില് മാത്രമാണ് കേൾക്കുന്നത്. സ്വഹാബാ, ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കാണുന്നില്ല. ഞാൻ അവിടെ ചുറ്റും നോക്കുമ്പോ തളർന്ന് ആട്ടുകല്ലിന്റെ സൈഡിൽ തളർന്ന് വീണ് ബോധം നഷ്ടപ്പെട്ട് കിടക്കുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹയാ കണ്ടത്. ഞാൻ ആ ധാന്യമണികൾ പൊടിച്ച് മാവാക്കിയിട്ട് പ്രിയപ്പെട്ട ഹസൻ ഹുസൈൻ തങ്ങൾക്ക് ഭക്ഷണമാക്കി ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന തങ്കക്കുടത്തിന് അന്നം കൊടുത്തു. വെള്ളം കുടഞ്ഞിട്ട് മുഖത്ത് വെള്ളം കുടഞ്ഞ് കണ്ണു തുറന്നവരെഴുന്നേറ്റു. അവരെ സന്തോഷിപ്പിച്ചിട്ടാണ് ഞാൻ മടങ്ങിപ്പോയത്. ആ വിവരം ഞാൻ എന്റെ ആരംഭ